ഇന്ന് ഉത്തരാഖണ്ഡിലെ ഹോളി വിശേഷങ്ങളാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷം തന്നെയാണ് ഹോളി. നമ്മൾ ചെറിയ ഓണവും ചെറിയ വിഷുവും ചെറിയ പെരുന്നാളൊക്കെ ആഘോഷിക്കണ പോലെ തന്നെ ഹോളിക്കും ചെറിയ ഹോളിയും വലിയ ഹോളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോളീൻ്റെ തലേന്നാണ് ചെറിയ ഹോളി ആഘോഷിക്കുക, അതായത് അതിൻ്റെ ആരംഭമാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ഉത്രാടപ്പാച്ചിൽ പോലുള്ള ഒരു ടൈമും ഒരു സംഭവങ്ങളൊക്കെയാണ് അത്. എല്ലാവരും കളേഴ്സ് മേടിക്കാനും പിന്നെ ആ പിച്കാരി പോലെയുള്ള വെള്ളം അടിക്കണ ആ സംഭവങ്ങളൊക്കെ മേടിക്കാനും ഓട്ടത്തിലായിരിക്കും കേട്ടോ ഈ ഒരു ടൈം. ഒരുപാട് ടൈപ്പ് കളേഴ്സൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെക്കും കേട്ടോ. ഹോളി എന്ന് പറഞ്ഞാൽ തന്നെ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നാണല്ലോ പറയുക. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെ പൊരിക്കണ ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ വിൽക്കാനുണ്ടാവുക. പിന്നെ പല ടൈപ്പ് മിക്സ്ചേഴ്സ് കാര്യങ്ങൾ ഒക്കെ കിട്ടും, പക്ഷേ എല്ലാത്തിലും ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഹോളിയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഗുജിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ വെളിച്ചപ്പാടൊക്കെ തുള്ളുന്ന പോലെ ഒരാൾ കണ്ടില്ലേ, ഒരു വാള് പോലത്തെ സംഭവമൊക്കെ എടുത്തു വെച്ചിരിങ്ങനെ തുള്ളുന്നുണ്ട്. അതായത് ഹോളീനെ വരവേൽക്കുന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് റെസിഡൻസിൻ്റെ ആൾക്കാരൊക്കെ വെച്ചിട്ടൊരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പരസ്പരം സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു മീനിങ് ഫുള്ളായിട്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണിത്. ഡാൻസൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ അടിപൊളിയായിട്ടൊരു പരിപാടി. ഈ ഒരു പ്രോഗ്രാമും ഹോളീൻ്റെ തലേന്ന് തന്നെയാണ് കേട്ടോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള എല്ലാവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റി കേട്ടോ. ഈ ഹോളിയുടെ തലേന്ന് നിന്ന് ഒരു നമ്മുടെ ക്യാമ്പ് ഫയർ പോലെയൊക്കെ തന്നെ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് കുറേ ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്തിട്ട് അതിനാദ്യം അവർ പൂജയൊക്കെ ചെയ്യും. അതിന് ശേഷം അതിന് തീ കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ സംഭവങ്ങളാണ് ഇത് അവിടെ ഇങ്ങനെ വെച്ചത്. കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനങ്ങോട്ട് തീ കൊടുക്കും. അവിടെ മുതലാണ് നമ്മുടെ ഹോളിയുടെയൊക്കെ ആഘോഷങ്ങളുടെ തുടക്കം ഉണ്ടാവുക. അതായത് പിറ്റത്തെ ദിവസമുള്ള വലിയ ഹോളീൻ്റെ ആഘോഷങ്ങൾ. ഇങ്ങനെ ഒരുപാട് പേര് പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിന് അങ്ങോട്ട് തീ കൊടുക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ഇവരെ പൂജയും സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മളെ നാട്ടിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പൂജയും സംഭവങ്ങളും പിന്നെ തീ കൊടുക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പല സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഒത്തുചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അടിപൊളിയായിരുന്നു അപ്പോൾ കാണാൻ. എനിക്ക് സംഭവം ഇത് തോന്നിയത് നമ്മുടെ ക്യാമ്പ് ഫയർ പോലെയൊക്കെ കേട്ടോ. പക്ഷേ ഇത് അതല്ല കേട്ടോ, ക്യാമ്പ് ഫയർ പോലെയല്ല, അല്ലാതെ തന്നെയുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം സന്ദർശിക്കാനായിട്ട് ഇവിടുത്തെ മേയറും കാര്യങ്ങളും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പൂ എറിയുന്നൊരു ചടങ്ങുണ്ട്. ഈ ഒരു കളർ കൊണ്ട് ഇങ്ങനെ കളിക്കണ പോലെ തന്നെ ഈ പൂവും എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മേലേക്കൊക്കെ എറിയും. പിന്നെ ഇവിടുത്തെ പഹാഡി ഡാൻസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്. ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഹാഡി ഡാൻസ്. ഇതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പോയിട്ട് കളിക്കാം കേട്ടോ. പക്ഷെ ഇവർ കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിന് പ്രത്യേക ടൈപ്പ് പാട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡാൻസ് കളിക്കാനായിട്ട്. ഞാനത് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഇതിൽ വെക്കാത്തത്. ഈ പാട്ട് കേൾക്കാനും നല്ല രസമാണ് കേട്ടോ. ഞാനും കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ കൂടെ. നല്ല കോമഡിയാണ് ഇവരെ കൂടെ കളിക്കാൻ, ഈ ഡാൻസൊക്കെ കളിക്കാനൊക്കെ. ഇതിനൊരു പ്രത്യേക ടൈപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നും കേട്ടോ. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ കൂടെ കളിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവളുടെ പേര് ശീതൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശീതൾ ഉത്തരാഖണ്ഡുകാരി തന്നെയാണ് കേട്ടോ. അവൾ അടിപൊളിയായിട്ട് പഹാഡി ഡാൻസ് കാര്യങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ഓർണമെൻറ്റ്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അവൾക്ക് ഈ പഹാഡി ഡാൻസ് കാര്യങ്ങളൊക്കെ അറിയാം, കാരണം അവൾ കുറച്ചുകൂടെ ഗ്രാമത്തിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മാത്രം. ഈ കളർ തേക്കുന്നതിനോടൊപ്പം തന്നെ ഇവരിങ്ങനെ ഒരുപാട് പൂക്കൾ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല രസമായിരുന്നു. ശീതൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഹായ് പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ ഗോൽഗപ്പ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റാർട്ടറായിട്ട്. ഇവിടെ എല്ലാ പരിപാടിക്കും ഇത് ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ള ഒരു ഐറ്റം ഇതായിരുന്നു. പിന്നെ ചൗമീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ നൂഡിൽസൊക്കെ പോലുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിൻ കോഴ്സ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സ്റ്റാർട്ടറായിട്ട് കൊടുത്തതാണ്. എല്ലാം അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഇതാണ് ചൗമീൻ എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ നൂഡിൽസ് പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് ഒരു വേറെ ടൈപ്പാണെന്ന് മാത്രം ചിലർക്കൊക്കെ അറിയായിരിക്കും. എനിക്കിതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓണത്തിൻ്റെയൊക്കെ ടൈമിൽ നമ്മൾ റെസിഡൻസുകാരൊക്കെ ചേർന്നിട്ട് കുറേ പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യാറില്ലേ, അതുപോലെയൊക്കെ ആട്ടോ എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു സംഭവം കാണാനായിട്ട്. ഞാൻ കുറേ നേരം ഇവരുടെ കളിയൊക്കെ കണ്ടിരുന്ന് കുറേയൊക്കെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, കുറേയൊക്കെ നല്ല രസമായിട്ട് തോന്നും കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ, ഈ സ്റ്റെപ്പ് ഇവിടുത്തെ മാസ്റ്റർ പീസ് സ്റ്റെപ്പാണ് കേട്ടോ. ഞാനും പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് നാടക നൃത്തത്തിനൊക്കെ കളിക്കില്ലേ, അതുപോലുള്ളൊരു സ്റ്റെപ്പായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിലോട്ട് കഴിക്കാൻ പോയിട്ടോ. ഫുഡായിട്ടൊരു റൈസും പിന്നെ ദാലും, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ദാലാണ് കേട്ടോ. പിന്നെ പനീർ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ സബ്ജി, ഇതാണ് സബ്ജി എന്ന് പറയുന്ന സംഭവം. എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്നിച്ചിട്ട് സബ്ജി മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. ഇത് പപ്പടമാണ് കേട്ടോ, വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, അത് സൂചി റവ വെച്ചിട്ടുണ്ടാക്കിയ സ്വീറ്റ്സ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ അതാ അടിപൊളിയായിട്ട് നമ്മൾ കളേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോളി ഇതാ ഇവിടെ സ്റ്റാർട്ട് ആവുമായിരുന്നു, അതായത് മെയിൻ ഹോളി. നമ്മളെല്ലാവരും ഇങ്ങനെ താലത്തിൽ കുറേ കളേഴ്സൊക്കെ എടുത്ത് സെറ്റായി വെക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാനാണ്. ഞാൻ ഋഷിക്ക് കുറച്ച് ഇങ്ങനെ ഫേസിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനും എനിക്കൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവർ ആദ്യം ഹോളിക്ക് കളേഴ്സൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ മേലെയും അവരെ മേലെയും ഒക്കെ ആക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഹോളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് അനിതയാണ്, നമ്മുടെ നെയ്ബറാണ്. അപ്പോൾ അനിത വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കളേഴ്സൊക്കെ മേലെ തേക്കാനായിട്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു, അവർ മൊത്തത്തിൽ കളറിൽ കുളിച്ച് വെള്ളത്തിലൊക്കെ കളിക്കും. ഇന്ന് വെള്ളം ഒഴിക്കും കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവർ മേലേക്കൊക്കെ വെള്ളം ഒഴിക്കും. അങ്ങനെ എല്ലാവരും കളിച്ചതാ ലാസ്റ്റ് എൻ്റെ കോലത ഇങ്ങനെ ആയിരിക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.